ഹായ് എവ്രി വൺ, ഇറ്റ്സ് എ ന്യൂ വ്ളോഗ്. ആൻഡ് കഴിഞ്ഞ വ്ളോഗ് ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അതിന് മുന്നൊരു വ്ളോഗ് ആക്ച്വലി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ആക്ച്വലി ഇവിടെ നടക്കുന്ന സാധനങ്ങളുടെ സൗണ്ട് എടുക്കണ്ടായിരുന്നു. പക്ഷേ ഞാനതങ്ങനെ പെർട്ടിക്കുലർലി എടുത്തൊന്നുമല്ല. പക്ഷെ ഇതെന്തിനാണ് പറയണമെന്ന് വെച്ചാൽ അതെനിക്ക് ലൈവാക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഭയങ്കര റൂൾസ് ഉണ്ട്, ഫൈൻസ് ഉണ്ട്, അങ്ങനെ കാണാൻ പാടില്ല, ഫോണിൽ വെക്കാൻ പാടില്ല, ലൈക്ക് ലോഡ് ഓഫ് റൂൾസ്. എന്തിനാണ് ഞാൻ വെറുതെ ഓരോ പണിക്ക് പോകണം വെച്ചിട്ട് ഐ ഡിഡ് നോട്ട് പോസ്റ്റ് ഇറ്റ്. ഓക്കെ, അതങ്ങനെ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്നലെ ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് വർക്ക് ഫ്രം ഹോം എടുത്തേക്കാണ്. ആൻഡ് തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ഐ ഡോണ്ട് നോ. കാരണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് എപ്പോഴും പുറത്ത് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു ടീമാണ്. പക്ഷേ അങ്ങനെ അപ്പോൾ എനിക്കിവിടെ സത്യം പറഞ്ഞാൽ ഇന്ന് വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. ബട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വലിയ പേടിയായതുകൊണ്ട്. പക്ഷെ നാളെ നമുക്ക് പുറത്ത് പോകണം. എന്തായാലും ഗ്രോസറിയൊക്കെ വാങ്ങാൻ പോകണം. അപ്പം ഇന്ന് ഞാൻ ടിഫിൻ സർവീസിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മേ ബി ഐ ക്യാൻ ഗോ ഫോർ ദാറ്റ്. സൺഡേസ് ഉണ്ടാവില്ല. സൺഡേസ് ഐ ക്യാൻ ഹാവ് ടു കുക്ക്. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. പക്ഷേ എനിക്ക് ഓഫീസിൽ നിന്ന് വാങ്ങാനാണ് എനിക്ക് എളുപ്പം. ബിക്കോസ് എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഭയങ്കര റൂട്ടീനായാൽ എനിക്കിഷ്ടമല്ല. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ ബസ് ഡ്രൈവർ നോട്ട് ദേർ ടുഡേ. ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഓർഡർ ചെയ്തത് ഇപ്പോഴാണ് വന്നത്. അത് ട്രെൻഡിയോളിൻ്റെ പ്രശ്നമല്ല. ഇവിടെ എന്ത് ഓർഡർ ചെയ്താലും ഇപ്പോൾ ഭയങ്കര ഡിലേ ആണ്. ആമസോണിൽ നിന്ന് എൻ്റെ നെയിൽസ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എനിക്കറിയാം, ഞാൻ 3 വ്ളോഗായി തന്നെ പറയാൻ തുടങ്ങിയിട്ട് സാധനം ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. പ്രോബബ്ലി ഇന്ന് എത്തണം. ആൻഡ് ഞാൻ എൻ്റെ കാണുന്നുണ്ടോ? യെസ്, ഐ മീൻ ദറ്റ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഹോൾ ചെയ്യണം. അത് ഞാൻ മേടിച്ചാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് എ സ്പോൺസേർഡ് വൺ. പക്ഷേ എനിക്കിപ്പോൾ ഒരു ക്രിയേറ്ററാണ്. പക്ഷേ ഐ ഡോണ്ട് ഗെറ്റ് സ്പോൺസർഷിപ്പ് ഓർ എനിത്തിങ്. ഓക്കെ, അത് മനസ്സിൽ വെച്ചോളൂ. എന്നെ കോഡ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാനിത് ഇതിൽ കാണിക്കുന്നില്ല. ഐ വിൽ മേക്ക് അനദർ ഷോർട്ട് ഫോം വീഡിയോ ഫോർ ദാറ്റ്. പിന്നെ നാളെ പുറത്ത് പോകണം. ഇന്ന് പക്ഷേ പുറത്ത് പോകണമെന്ന് എനിക്കറിയില്ല. ഇന്ന് ഹാവ് പ്ലാൻസ്. ഇന്ന് കുക്കിംഗ് ഒന്നും വലിയ കാര്യമായിട്ടില്ല. രാത്രിയിലത്തെ മാത്രം ചെയ്താൽ മതി. ആൻഡ് വർക്ക് ഒരു 9 o'clock ആകുമ്പോൾ തുടങ്ങണം. 8:30 ആയി ഓൾറെഡി. ഇപ്പോൾ തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വർക്ക് എന്നല്ല കേട്ടോ, ഡ്യൂ ടു വെച്ചിട്ട്. ബിക്കോസ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓൾ ദിസ് ബിക്കോസ് എനിക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കേണ്ട. കാരണം ഈ അടുത്ത കേസിൽ ആരെയോ അറസ്റ്റ് ചെയ്യുക എന്തൊക്കെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ വൈ ഷുഡ് ഐ പുട്ട് മൈ സെൽഫ് ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. ഞാൻ നല്ല രാത്രി ഒരു സ്വപ്നം കണ്ടു. 2-3 ഹോളൊക്കെ വന്ന് വേൾഡ് ഫുള്ള് എൻ്റെ ആവാൻ പോകുന്ന കൊണ്ട് വലിയൊരു മിസൈലൊക്കെ വന്നിട്ട് എല്ലാം കത്തിപ്പോയി. ഓക്കെ, പക്ഷെ ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഞാൻ മാത്രമല്ല, ഞാനുണ്ടായിരുന്നു, എൻ്റെ കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. പിന്നെ ആളെയൊക്കെ കണ്ടിട്ട് കുറേ കാലമായിട്ട് കുറേ കാലമായില്ല, ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്. പിന്നെ ആരുണ്ടായിരുന്നു? അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ പിന്നെ നിങ്ങളുടെ പണ്ടത്തെ വ്ളോഗ്, നാട്ടിലുള്ള വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു ക്യൂട്ട് പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. റോഡിൽ വന്നതാണ്, പക്ഷേ അവൻ ചത്തുപോയി. അപ്പോൾ എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. കഴിഞ്ഞ ദിവസം കരഞ്ഞൊന്നുമില്ല, പക്ഷേ എനിക്ക് നല്ല വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല രാത്രി ഇവിടെ സ്വപ്നം കണ്ടു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഞാൻ ഫുഡ് എന്തായാലും കഴിച്ചോക്കട്ടെ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സോ ഇഫ് ഇറ്റ് ഈസ് ഗുഡ്, നാളെ തൊട്ടിട്ട് അത് ഓർഡർ ചെയ്യണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് സോർട്ടഡ്. ബിക്കോസ് ഞാൻ ലഞ്ച് മാത്രം പറയുന്നുള്ളൂ. പക്ഷേ എനിക്കത് രണ്ടിനും തയ്ക്കും. ചപ്പാത്തി, റൈസ്, അങ്ങനെ പലതുണ്ട്. ഇവിടെ അങ്ങനെ കുറേ സർവീസസ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരു 11:30 ഒക്കെ ആകുമ്പോഴേ കൊണ്ടുവരുള്ളൂ. ദിസ് ഇസ് വെജ്. ആൻഡ് ഞാൻ എടുത്തിട്ട് വരാം. കാരണം ഇവിടെ നമ്മൾ പി ജിയിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരവരുടെ തുണിയൊന്നും അലക്കി എടുത്ത് കൊണ്ടുപോയിട്ടില്ല. സോ അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം എനിക്ക് വാഷ് ചെയ്യാൻ. സോ എനിക്ക് തോന്നുന്നു എൻ്റെ ഹെയർ ഇപ്പോൾ ഒരുമാതിരി ഓറഞ്ച് കളറായിട്ടുണ്ട്. സി, it's been 3 months after I've colored. ഒരുമാതിരി കളറായിട്ടുണ്ടല്ലേ. കുഴപ്പമില്ല. ഓക്കെ, അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ഇതിനകത്തുണ്ടല്ലോ കുറേ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈക്ക് അറൗണ്ട് 6 ചപ്പാത്തി എന്തുണ്ട്. ഇത്ര ചപ്പാത്തിയൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ പൊതുവെ ഇത് കുഞ്ഞു ചപ്പാത്തിയാണ്. എന്തായാലും ഇത് വേണ്ടാന്ന് ഞാൻ പറയും. ലൈക്ക് ഇത്രയും ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് കേട്ടോ. എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. എൻ്റെ അച്ഛനാണെങ്കിൽ എന്ത് പറഞ്ഞാലും ആരെങ്കിലും പറ്റി പറഞ്ഞതിനെ ചോദിക്കും, ബോയ് ഫ്രണ്ട് ഉണ്ടോ, കുട്ടിയുടെ കല്യാണം റെഡിയായോ? ഞാൻ ചോദിച്ചു,
അച്ഛനോട് ഇപ്പോൾ ആരെങ്കിലും മാളുവിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ചോദിച്ചു. മീൻസ് ലൈക്ക് ഞാൻ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ ടേക്ക് എന്താ. അല്ല ഞാൻ പറഞ്ഞു നീ സെറ്റിലായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ. ബ്രോ പ്ലീസ്, ഇറ്റ്സ് നോട്ട് ഈവൺ ഇൻ മൈ പ്ലാൻ. I mean, I'm already traumatized by the entire community. I'm not planning to do that. It's not like ഞാൻ എൻ്റെ വളരെ ഗ്യാൻഫുൾ വീഡിയോയിൽ പറയാറുള്ള ഐ കാണ്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട അതിലേക്ക് മറ്റേതിൽ പറയണ ഫോർ യു എന്ന് പറയുന്ന പോലത്തെ ഒരു കാറ്റഗറിയാണ് ഞാൻ. അതുകൊണ്ട് എന്തിനാണ് ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത പണി കേൾക്കണത്? അതുകൊണ്ട് ഞാനിപ്പോൾ പരിപാടിക്ക് നിൽക്കാറില്ല. പിന്നെ പരിപാടിക്ക് നിൽക്കാറില്ല മാത്രമല്ല, ഐ തിങ്ക് മാരേജ് ആൻഡ് എവറിത്തിങ് ഇസ് ലൈക്ക് എ huge concept. It's not just about a responsibility, it's also about something mental responsibility for ourselves as well. കാരണം ആരെങ്കിലും ഒന്ന് വന്നിട്ട് നമ്മുടെ മെൻ്റൽ ഇതൊക്കെ തകർന്ന് തരിപ്പണാക്കി പോയി കഴിഞ്ഞാൽ ടേക്സ് ഇയേഴ്സ് ടു മന്ത്സ് maybe years to get back to normal. ആൻഡ് ഞാൻ എന്തിനാണ് വെറുതെ എന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ട് വീണ്ടും എന്നൊന്നും ഞാൻ പറയില്ല, പറയാനായിട്ടൊന്നും ഞാൻ കല്യാണം കഴിച്ചത്. ബട്ട് സ്റ്റിൽ എനിക്ക് ആ കോൺസെപ്റ്റിനോട് ഇതുവരെ ഇറ്റ്സ് കൊണ്ട് ഒരു പേടി. പിന്നെ കണ്ടാവില്ലേ പ്രായം പറയത്തോണ്ട് കുഴപ്പമില്ല. റിയൽ പ്രോബ്ലം ഈസ് വെൻ അതിനടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ വർക്ക് ചെയ്യാമെന്നോ. സോ ബേസിക്കലി നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണവരെന്ന് പറഞ്ഞാൽ ആൻറ്റി, അല്ലെ എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞ് വരുന്നതാണ് ആൻറ്റി. ഞാൻ തന്നെ പലരും ഇപ്പോൾ ആൻറ്റീന്ന് വിളിക്കണേ. അപ്പോൾ ഞാൻ ചിലവരൊക്കെ അറിയേണ്ട ആൻറ്റീന്ന് വിളിക്കുമ്പോൾ അവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കും, ആൻറ്റി. അപ്പോൾ ഈ എന്നെ ആൻറ്റി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിംഗ് ഓക്കെ, ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് ആൻറ്റി അല്ലേട്ടാ ചേച്ചിയാണേ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ പോയി ഇഷ്ടമല്ല എനിക്ക്. പ്രൗഡായിട്ട് പറയണമെങ്കിൽ ഓക്കെ, അതർവൈസ് ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു എൻ്റെ ട്രെൻഡി ഹോൾ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാമെന്ന്. വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കിതുവരെ അവിടെ നിന്ന് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. സോ ലെറ്റ്സ് ഡു ദിസ്. അടുത്ത ആഴ്ച ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ല. കാരണം ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എങ്ങനെ ആയതുകൊണ്ടും പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ടും റമദാനായതുകൊണ്ടും വി ഹാവ് അറൗണ്ട് 2-3 days ഹോളിഡേ. അതിൽ ഞാൻ എന്ത് ചെയ്യും? പുറത്തിറങ്ങാൻ പറ്റില്ല അധികം, എവിടും പോകാനില്ല. പിന്നെ ഇന്നും വർക്ക് ഫ്രം ഹോം, നാളെ സാറ്റർഡേ സൺഡേ, മൺഡേ ഞാൻ ഓഫീസിൽ പോകുന്നു എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ, സോ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതൊക്കെ പരിപാടികളൊക്കെ നിൽക്കാം, പുറത്തെ പ്രശ്നങ്ങളൊക്കെ നിൽക്കാം, ഞാനിവിടെ തന്നെ ഇരിക്കില്ല, ഓഫീസിൽ പോകും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അതും ആവില്ല, എന്തും നടക്കാം. അതുകൊണ്ട് റമദാൻ ടൈമിൽ ഞങ്ങൾക്ക് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഞാനും കൂടി ഒമാനിൽ പോവാം, അസർബൈജാനിൽ പോവാം, അവിടെ പോവാം, ഇവിടെ പോവാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുച്ച് നഹീ ഹോനെ വാലാ ഹേ. എവിടെ പോവും അറിഞ്ഞൂടാ. എന്നിട്ട് ഞാൻ അച്ഛനോട് വന്നപ്പോൾ അച്ഛൻ പറയാം, ഞാനൊക്കെ ഹോളിഡേ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്, നീയൊക്കെ ലീവ് കിട്ടാണ്ടിരിക്കാനാണ് കാത്തിരിക്കുന്നത്. വൈദ്യവേ ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കറിയില്ല, എനിക്കങ്ങനെ ഇഷ്ടമല്ല എനിക്ക്. കാരണം എനിക്ക് അങ്ങോട്ടും പോകാനില്ല. അതുകൊണ്ട് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ വെറുതെ പണിയെടുക്കാണ്ടിരിക്കുകയാണ്? നോ, ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഐ ആം പണിയെടുക്കലിങ്. ഞാനിവിടെ അപ്ഡേറ്റ്സ് വരാൻ വേണ്ടി കാത്തിരിക്കുക. ഐ മൈക്രോ മാനേജ്. ഞാൻ കോളേജിലുള്ളപ്പോൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഐ മൾട്ടി ടാസ്ക്. സോ ഞാൻ എൻ്റെ രാവിലത്തെ 2ാമത്തെ സെറ്റ് ഓഫ് കോഫി കുടിക്കാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്നൊരു വേദന, ലൈക്ക് സൈനസിൻ്റെ പെട്ടെന്നൊരു വേദന. സൈനസിൻ്റെയാണോ എന്താണെന്ന് എനിക്കറിയില്ല. സോ ആസ് എ റെസ്ക്യൂ ഓപ്പറേഷൻ ഞാൻ ഇതെടുത്ത് വീണ്ടും ഉപയോഗിച്ചു. ആൻഡ് ഹാർഡ് കോഫി ഈസ് വാട്ട് ഐ ഓൾവേസ് നീഡ്. പിന്നെ ഐ എം ക്ലെയിമിങ് ദിസ്, എനിക്ക് ഹുഡ ബ്യൂട്ടീൻ്റെ ഒപ്പം വർക്ക് ചെയ്യണം. ഓക്കെ, എനിക്ക് വർക്ക് ചെയ്യണം. ഞാനത് വർക്ക് ചെയ്യുന്ന ദിവസം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പീസ് ഐ വിൽ കട്ട് ആൻഡ് പേസ്റ്റ് ആൻഡ് ഐ വിൽ ടെൽ യു ഐ നീഡ് ടു വർക്ക് വിത്ത് ഹുഡ ബ്യൂട്ടി. നിങ്ങൾ ആരെങ്കിലും ഐ ഡോണ്ട് നോ, എനിക്ക് അത്ര അറിയുള്ളൂ. എന്തായാലും
ഒരുമാതിരി നട്ട് ലൂസ് കേസിലാണ് ഇങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടില്ല. തലവേദനിക്കണോ എന്ന് ചോദിച്ചാൽ തലവേദനിക്കുന്നുണ്ട്. എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ആക്ട് വെരി വിയേർഡ്. എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഉള്ളിലിരുന്ന് വർക്ക് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് നോ. കുറേ പേര് ചോദിച്ചത് എവിടെ നിന്നാണ്? മീഷോ എന്നാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നതോ. ഓക്കെ, അപ്പോൾ എനിക്ക് സൈനസിൻ്റെ പെയിൻ നല്ല അടിപൊളിയായിട്ട് ഹിറ്റാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു. എനിക്കറിയാം യു വിൽ സേ ദാറ്റ് ഡോണ്ട് ഹാവ് പെയിൻ കില്ലേഴ്സ്, ബട്ട് വാട്ട് വിൽ ഐ ഡു? അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ കാണിച്ചിടാൻ മറന്നുപോയി. ദെയർ വാസ് ദാൽ കറി, റൈസ്, റൈത്ത, കുറച്ച് സാലഡ്, കുറച്ച് അച്ചാർ വിച്ച് ഐ ബോട്ട് സെപ്പറേറ്റ്. കൊള്ളായിരുന്നു. ഐ തിങ്ക് ഐ ഷുഡ് ഗോ ഫോർ ഇറ്റ്. ആൻഡ് ഒരു നേരത്തെ ഫുഡ് ഓർഡർ ചെയ്താൽ 2 നേരം കഴിക്കാൻ വേണമെങ്കിൽ 3 നേരം കഴിക്കാം. ആക്ച്വലി ചപ്പാത്തി ആൻഡ് എവറിത്തിങ് വാസ് ഇനഫ്. പക്ഷെ കറി കുറച്ച് കുറവായിരുന്നു 3 നേരം കഴിക്കാൻ. പിശുക്കി തികഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഇപ്പം എന്നെ ആൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഫുഡ് അങ്ങനെ ജസ്റ്റ് എടുത്ത് വെച്ച് അങ്ങനെ ആകാശം നോക്കിയിരിക്കുമ്പോൾ അതൊന്നും തുണിയൊക്കെ മടക്കി വയ്ക്കാണ്ട്. തുണിയൊക്കെ രാവിലെ തന്നെ വാഷ് ചെയ്തു വരെ കിട്ടുക. പക്ഷേ നം ഗ്ലിച്ചിങ് ഇൻ ബിറ്റ്വീൻ. ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ആ ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ ആജ് കാ പണി ഈസ് ഓവർ. എൻ്റെ ലാപ്ടോപ്പെല്ലാം ഞാൻ അടച്ചു വെച്ച് ഞാൻ ഈ പണിയെടുക്കില്ല എന്ന് ഞാൻ സ്ഥാപിച്ചു. അതുകൊണ്ട് ഞാൻ എന്താണ് ഇതിരിക്കുന്നത്? ഓക്കെ, ഇതെന്തൊരു ആംഗിളാണ് തിരിയിട്ട്. അപ്പോൾ എൻ്റെ പണിയൊക്കെ ഞാൻ കഴിഞ്ഞു എന്ന് ഞാൻ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി പണിയെടുക്കില്ല, കാരണം എൻ്റെ പണീൻ്റെ സമയം കഴിഞ്ഞു. സെറ്റിംഗ് ബൗണ്ടറീസ്. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ കോഫി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ വീണ്ടും കാണിച്ചു തരുന്നില്ല. ഞാൻ 1000 പ്രാവശ്യം ഞാൻ കോഫി ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടാകും. സോ ഇനി ഞാൻ കാണിച്ചിരുന്നില്ല. ഞാൻ ഇനിയും പറയുകയാണ്, ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇംപൾസ് കോഫീസിൻ്റെ പിസ്താഷ്യോ ഫ്ലേവറാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല ആക്ച്വലി, എല്ലാവർക്കും ഇതിനൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു നട്ടി കോക്കനട്ടി ഒരു ഫ്ലേവറാണ് അതിനുള്ളത്. ഓക്കെ, അതുകൊണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് അല്ല, ഷുഗറിൻ്റെ കൂടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഗെസ് there are more flavors and you can try it out. I hope Sarah Sarush comes to collaborate with me one day. എല്ലാം കൊലാബറേഷനാണ്. എത്ര കൊലാബറേഷനെ പറ്റി എന്ന് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, പച്ചമ്മ സംസാരിച്ചു and she looks pretty happy and I'm happy that she's happy. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് ഒരു 5:30 ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പരിപാടി ഡൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ പുറത്ത് നടക്കാൻ പോകും. നാളെ എനിക്ക് ഇബൻ ബത്തൂത്തയിൽ പോകണം. കുറച്ച് മേക്കപ്പ് വാങ്ങുന്നുണ്ട്. മേ ബി റമദാൻ ആയതുകൊണ്ട് ഓഫേഴ്സ് ഉണ്ടാവും. സോ പിന്നെ സെൻറ്റർ പോയിൻറ്റിൽ കുറച്ച് കൂപ്പൺസ് എന്തെങ്കിലുമുണ്ട്. സോ നോക്കാം നമുക്ക്. എനിക്ക് മറ്റേ ഷീ ഗ്ലാമിൻ്റെ എന്തെങ്കിലും കൺസീലർ വാങ്ങണം. എൻ്റെ കൺസീലർ കഴിഞ്ഞു. ഞാനിപ്പോൾ എന്നും ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് പോണത്. ലൈക്ക് ഐ ഡോണ്ട് അപ്ലൈ ലോട്ട് ഓഫ് തിങ്, ബട്ട് കുറച്ചിടാൻ എനിക്ക് ഫൗണ്ടേഷൻ ഇസ് ഗുഡ്. ഇപ്പോൾ ഷുഗറിൻ്റെ ഉപയോഗിക്കുന്നത് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, ഹുഡ ബ്യൂട്ടി വൺ ഡേ ഐ റിയലി വാണ്ട് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷേ ഐ ഡോണ്ട് ചൂസ് ടു സ്പെൻഡ്. പിന്നെ ഞാനങ്ങനെ വിചാരിക്കുകയായിരുന്നു ഹൗ ഐ സ്റ്റാർട്ടഡ് സേവിങ്. ലൈക്ക് ഞാൻ ഭയങ്കര വലിയ സേവ് ചെയ്തു, ഭയങ്കര റിച്ച് ആസ്കിഡൊന്നുമല്ല. പക്ഷേ ബേസിക് തിങ്സ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം മൈ കോളേജ്. ഞാനൊരു വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആൾക്കാർക്കത് കാണാൻ ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഹ്യൂജ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് അങ്ങനെ പരിപാടിയൊന്നുമല്ല. വളരെ മിനിമലായിട്ടുള്ള ബേസിക്കലി ബേസിക് സാധനം. ബിക്കോസ് ലൈക്ക് സം എമർജൻറ്റ് കേസസ് എനിക്ക് ഹെൽപ്പായിട്ടുണ്ട് അത് even till date, how I manage and everything. So if you want to know, please let me know. Like I can make a video on it. I'm coffee ഉണ്ടാക്കിയിട്ട് അത് പറഞ്ഞപ്പോഴാണ്
ഞാൻ കോഫി ഉണ്ടാക്കാൻ പോയില്ല പൈതവേ. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരേ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഒരു റെഡ് കളർ ടോപ്പുണ്ട്, ഒരു ബ്ലാക്ക് കളർ ടോപ്പുണ്ട്, പിന്നെ ഒരു ബ്രൗൺ കളർ ടോപ്പുണ്ട്. ഇതാണ് ഞാൻ എല്ലായിടത്തേക്കും ഇടുന്നത് എവറി സിംഗിൾ ഡേ. പിന്നെ മാക്സ് ടു മാക്സ് ഒരു പിങ്ക് കളർ ടോപ്പുണ്ട്. ഇത്രയാണ് ഞാൻ എന്നും ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. പിന്നെ എൻ്റെ 2 ജീൻസ് ഇതുവരെ നാട്ടിൽ നിർത്തിയിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി ഇപ്പം ഇന്ന് മേടിച്ച ഒരു ഡ്രസ്സ് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നില്ല കേട്ടോ. അതൊരു പ്രത്യേകതരം പ്രശ്നമാണ്. കഴിഞ്ഞ വർഷം ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് അത് ഇതുവരെ ഞാൻ ഇങ്ങോട്ട് ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്, കാരണം അവിടെ നിന്ന് ശരിയാവില്ല. ഞങ്ങൾ ചുമ്മാ നടക്കാനും ചായ കുടിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആയിട്ടോണ്ടോ കുറച്ച് നേരം മുന്നേ ചെറുതായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. എൻ്റെ സ്ഥിരം പരിപാടി എന്താ വെച്ചാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓക്വാർഡാ സംസാരിക്കുക. അപ്പോൾ ഞാൻ ഫുൾ വോളിയത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഒന്നും അറിയത്തുപോലെ നടക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ റുട്ടീൻ. വിചിത്രമായ ജീവിതമാണ്. ഓരോന്നും കാണുമ്പോൾ പേടിയാവുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ സിമ്പിളായിരുന്നു ഓരോന്ന് കളിക്കുന്നുണ്ട്. എന്തിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ ആലോചിച്ചപ്പോഴത്തേക്കും ടെൻഷൻ അടിക്കാനുള്ള സാധനം പറന്നു വന്നു. എൻ്റെ കീ കാണാനില്ല, എവിടെ കൊണ്ടിട്ടും ദൈവത്തിനറിയാം. ഒരു പ്രത്യേകപരമായ ജീവിതാനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ചില സമയത്ത് മലയാളം കേട്ട് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നും. ബട്ട് വാട്ട് എവർ, നിലത്ത് നോക്കി നടക്കണേ ഒരു ആകാശത്ത് നോക്കിയിട്ടാണ് നടക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. ക്വസ്റ്റ്യനബിൾ ലൈഫ് ചോയ്സസ് ഓടോ, അതെന്ത് കഴിഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. ഒന്ന് മിണ്ടാണ്ടിരിക്കാവോ? ഞാൻ മിക്കവാറും ഒരു കൊലപാതകം നടത്തും. ഇവളോട് ഞാൻ ആ പോണ സാധനം എന്താന്ന് ചോദിക്കുമ്പോൾ അതല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം അതെന്നെയാന്ന് പറയും. ഇപ്പൊ ഒന്നും മിണ്ടില്ലേ, ഇപ്പൊ സൈലന്റ്. പിന്നെ ഇവിടെ നിന്ന് പറന്നിട്ടാണ് വരുന്നത്. ഓ ഇതിലാ അവനാണോ അത്? വൈറ്റ് ഷർട്ട് അല്ലല്ലോ. എന്തൊരു കഷ്ടമാണെന്ന് പറ. അത് കുപ്പിയായിരുന്നു. ഇവിടെ ഞാൻ മിക്കവാറും പക്ഷെ എനിക്ക് മലയാളീസാന്ന് കണ്ട പെട്ടെന്ന് ഓക്വേർഡ് ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ എൻ്റെ മലയാളം ആക്സെന്റിൽ സംസാരിച്ചാൽ എൻ്റെ ശരിക്ക് ഒന്നുമില്ല. മലയാളീസ് ഇത് കേട്ട് ഒഫൻഡഡ് ആവും. എനിക്ക് അറിഞ്ഞൂടാ. സ്ട്രീറ്റ് 3 അല്ലേ? ഞാൻ അവിടെ നിന്നോണ്ടിരുന്നു. ഇവിടെന്നാ വരിക, പിന്നെ എവിടെന്നാ ഈ വരണേ ദൈവത്തിന് മാത്രം അറിയാം. മെട്രോ അറ്റത്ത് നിന്നാലും കാണാം. ഇവന് 5 മിനിറ്റ് സംസാരിക്കാൻ 50 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഞാൻ പോവാം. എൻ്റെ ബോയ് ഫ്രണ്ടിനും കൂടി കൊണ്ട് ഞാൻ അത്രയും വെയിറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു വ്യക്തി ഇല്ലല്ലോ ലൈഫിൽ. പറയണ അതൊക്കെയുള്ള പോലെ. അത് കല്യാണമല്ലേ, കല്യാണം ആൻഡ് ബോയ് ഫ്രണ്ട് ഇസ് ഡിഫറെന്റ്. നോ വി ആർ സിറ്റിംഗ്. ഇവനെവിടെ? മറ്റേ സൈഡാ. ആ സൈഡാ? ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട. ഇന്ന് എൻ്റെ കീ മിസ്സായി. ഞാൻ എല്ലായിടത്തും നോക്കി. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്കിത് കിട്ടുമെന്ന്, പക്ഷേ കിട്ടിയില്ല. താങ്ക്ഫുള്ളി ഇതിൻ്റെ ആൾ വന്നിട്ട് എനിക്ക് ഇതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ തന്നു. ബട്ട് സ്റ്റിൽ സംവെയർ ഐ ഫീൽ ലൈക്ക് ആൾക്കാരെ അറിഞ്ഞൂടാ.
ഞാനിന്നലെ രാവിലെ ഫുള്ള് ഞാൻ എന്താണ് എനിക്ക് ടെൻഷൻ അടിക്കാനുള്ള അതെടുത്ത കാര്യം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഞാൻ ചിലപ്പോൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യും, ചിലപ്പോൾ ഞാൻ നാളെ വേറെ ഒരെണ്ണം തുടങ്ങും, ഐ ഡോണ്ട് നോ, ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും കുറച്ചിനെ കിടക്കണം, ബിക്കോസ് ടുഡേ ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഈ വീക്കെൻ്റെ ഗ്രോസറി ഞാൻ വിചാരിച്ച് കാറുള്ളൂ മലയാളം എന്തൊക്കെയോ മിക്സായി പോകുന്നുണ്ട്, വാങ്ങാമെന്നുള്ളത് വാങ്ങിയില്ല. കീ പോയതിൻ്റെ വിഷമത്തിൽ ഞാൻ അതൊന്നും മേടിച്ചില്ല, ബട്ട് നാളത്തേക്കെല്ലാം ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട്, നാളെ വരും. അപ്പോൾ എന്തായാലും അങ്ങനെ. So maybe let's see tomorrow in another vlog, or maybe let's see tomorrow in the same vlog.